പ്രേക്ഷകർ ഇപ്പൊ നമ്മളെ ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടിയിലെ ED നാളെയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ വീട്ടിലും CMRL ഓഫീസിലും ഒക്കെ നടത്തിയ പരിശോധനയിൽ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് EDയുടെ വിശദീകരണം. വീണയ്ക്ക് പുറമെ CMRLിലെ വിവിധ ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെയും ED ചോദ്യം ചെയ്യും. ഇസത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇസത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പം വീണ ടിയെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലിയൊക്കെ ED തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാകും ED വ്യക്തത തേടുക? ഗുഡ് മോർണിംഗ് സേതു. നാളെയാണ് വീണ ടിയോട് ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ ടിക്ക് പുറമെ 9 പേരെയാണ് ഇപ്പോൾ ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരും കൂടാതെ ഭാര്യ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വീണ ടിയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക. ഏകദേശം അതായത് കരിമണൽ കമ്പനിയിൽ നിന്നും വായ്പ എടുത്തതും അടക്കം 50 ലക്ഷം രൂപ മറ്റ് കമ്പനികളിൽ നിന്നും വായ്പ എടുത്തതടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻപ് നടത്തിയ പരിശോധനയിലും അതുപോലെ റെയ്ഡിലും വീണ ടിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്താത്തത് മൂലമാണ് ഇപ്പോൾ രണ്ടാമതും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും നാളെ വീണ ടി കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ശരി.